لا إله إلا الله والله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചെറിയ ഒരു ബക്രീദ് വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ടെങ്കിലും ലോങ് വീഡിയോ അല്ല, ചെറിയൊരു വീഡിയോ ആണ്. ഇതിനൊന്നും എനിക്ക് വ്യൂസ് കിട്ടാറില്ല. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. എൻ്റെ ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഞാനും എൻ്റെക്കും ഇപ്പോൾ പള്ളിയിലല്ല കേട്ടോ, സ്കൂളിലാണ്, എൻ്റെ മക്കൾ പഠിച്ച സ്കൂളിലാണ് ഈദ്ഗാഹ്. അപ്പോൾ പോയിട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇന്ന് വളരെ സന്തോഷത്തിൻ്റെയാണ്. എൻ്റെ പെരുന്നാൾ ഡ്രസ്സിലാണ് കേട്ടോ. ചെടി പറിക്കേ എവിടെ? എന്ത്? അത് ഞാൻ പറിച്ചിട്ടത്. മഴ കാരണം ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ചെടികളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് അത്ര അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടിക്കിടന്ന് ചെടി നശിച്ചു പോയി. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. അതാണിപ്പോൾ ചോദിച്ചത് കേട്ടോ എന്നോട്. രാവിലെ 7:30-ക്കായിരുന്നു ഈദ്ഗാഹ്. അപ്പോൾ ഞാനും എൻ്റെയൊക്കെയും 6:45 തന്നെ ഇറങ്ങിയിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ, MES സ്കൂൾ. എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നു ഈദ്ഗാഹ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഞാൻ ചായ കഴിക്കാറില്ല, ഇക്കാക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ രാവിലെ സ്വീറ്റ്സ് ഉണ്ടാക്കും, പായസം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോവാറ്. ഞാൻ കുറച്ച് കഴിച്ചിട്ടാണ് പോവുക. സത്യം പറയാലോ, എനിക്ക് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാതിരുന്നാൽ എനിക്ക് തലകറക്കമൊക്കെ വരും. അപ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ വന്നിട്ടാണ് ഇക്കാക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. മക്കളെ വെയിറ്റ് ചെയ്ത് അവർ വന്നിട്ടില്ല. അവർ വരാൻ വൈകി. അവരിവിടെ നമ്മുടെ മഹലിലല്ല, ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലാണ് പോയത്. അപ്പോൾ കുട്ടികൾ വേറെയും ഞങ്ങൾ ഈ സ്കൂളിലുമായിട്ടാണ് നിസ്കാരം നിർവഹിക്കാൻ പോയത് കേട്ടോ. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കിയത്. ഉച്ചയ്ക്കുള്ള ബിരിയാണിയാണ് ഞാനീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബിരിയാണി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോൺ അതിനകത്ത് വീഴുമോയെന്നൊരു പേടിയുണ്ട്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ പാലക്കാടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനും മിക്കയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അന്നത്തെ പെരുന്നാൾ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഞങ്ങളങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങി. പുറത്തൊന്നും ഇന്നത്തെ ദിവസം ഞങ്ങൾ പോയിരുന്നില്ല. ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവാണ്. 2ാം പെരുന്നാളായിട്ട്. അവിടെ എൻ്റെ അനിയത്തിമാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് വരും. മക്കളും ഞാനും എൻ്റെ അത്ത വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീടെത്തിയിട്ട് ഇനി കാണാം. ബൈ. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്.
ഞാൻ എത്തുമ്പോൾ തന്നെ എൻ്റെ അനിയത്തിയും മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. ഹലോ ഹലോ, ഈദ് മുബാറക്. എന്ത് പറ്റി? പായസം തട്ടിവിട്ടാ? ഇതാണ് നിന്റെ ഡ്രസ്സ്? ഫോണിൽ നിന്ന് കണ്ണെടുത്ത് ഇങ്ങോട്ട് നോക്കടാ. മമ്മിൻ്റെ അടുത്ത് സംസാരിക്കില്ല, പക്ഷെ സ്പ്രൈറ്റ് കുടിക്കല്ലേ. ഇന്നലെ വലിയ ഫോണിൽ കൂടെ എന്തൊക്കെയാ പറഞ്ഞത്? ഉമ്മ അവിടെ തകൃതിയായി ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ദിവസം തലേ ദിവസം, അതായത് പെരുന്നാൾ ദിവസം ബിരിയാണിയാണ്, രണ്ടാം പെരുന്നാളിന് ഞങ്ങൾക്ക് ബിരിയാണിയാണ്. പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത്രയൊന്നും പോരാ, എല്ലാവരും കാണണം. കുറേ റീൽസൊക്കെ ഞങ്ങൾ എടുത്തതിന് ശേഷമാണ് എൻ്റെ അനിയത്തി വന്നത്, രണ്ടാമത്തെ അനിയത്തി. അപ്പോൾ അവളുടെ ഒരു കിടുക്കാച്ചി ലുക്കിലാണ് അവൾ വന്നത് ഗൈസ്. അപ്പം ഞാനത് വീഡിയോ ആയിട്ട് എടുക്കണം തോന്നി. ആ എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്, അനിയനും വൈഫൊക്കെ എത്തി. അപ്പോൾ എല്ലാവരും എത്തിയപ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ രണ്ടാം പെരുന്നാൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഹാപ്പി ബർത്ത്ഡേ നിഹാൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് 14 വയസ്സ് തികയാണ്. അപ്പോൾ അതുകൂടി ഞാൻ അവിടെ തന്നെ ആഘോഷിച്ചു. എൻ്റെ അക്ക കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. അന്ന് അവിടെ നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു. അപ്പം അന്നത്തെ ദിവസമാണ് ഞങ്ങൾ രാത്രിയാണ് പിന്നെ വീടെത്തിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണത്. ഈ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്